രഹസ്യത്തിൽ അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് സാക്ഷ്യം പറയാൻ പോകാമെന്ന് പറഞ്ഞിരിക്കല്ലേ, പോതില്ല. ഓന്തോടിയ വെയിൽ വരെ, ചെമ്മീൻ ചാടിയ ചട്ടി വരെ നീ തിരിച്ചു വരേണ്ടി വരും. ദൈവത്തിനെ പറ്റിച്ചിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ആരോടും അറിയാതെ തൻ്റെ കേമത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന എൻ്റെ പൊന്നു മകനെ മകളെ, ഇവിടെ തന്നെ നീ വരേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ ഒറ്റ നടക്കി സംഭവം പോകത്തില്ല. എന്താ കാര്യം? നീ ഫ്രോഡാണെന്ന് ദൈവത്തിന് ആദ്യമേ മനസ്സിലായതാണ്. ഒരിക്കലും നമ്മളോർക്കുക, നിങ്ങൾക്ക് ഭർത്താവിനെ പറ്റിക്കുക, നാട്ടുകാരെ പറ്റിക്കുക, അയൽവാസികളെ പറ്റിക്കുക, ദൈവത്തിനെ പറ്റിച്ചാൽ ആ പാട് അവിടെ കിടക്കും. ഈ ഗർഭിണികളൊക്കെ 9-ാം മാസം 6-ാം മാസം ആകുമ്പോഴൊക്കെ മൂത്ത പിള്ളേരുണ്ടെങ്കിൽ അമ്മൂമ്മ പറയത്തില്ലേ, എടി കുഞ്ഞ അമ്മയുടെ ചെല്ലല്ലോ, എന്താ ഈ കൊച്ചിന് അകം കൊണ്ട് വയറായിട്ട് വല്ലതും മാന്തിയിട്ടുണ്ടെങ്കിൽ ആ ഗർഭിണിയുടെ വയറിൻ്റെ കൊച്ചു മാന്തി നഖത്തിൻ്റെ പാട് അങ്ങനെ തന്നെ മരണം വരെ കിടക്കും. എന്താണ്? ശരീരം ലൂസ് ചെയ്തിരിക്കണല്ലേ. ശരീരം ഇളമക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പാടിട്ടാൽ മതി, അവിടെ കിടക്കും. അതുപോലെ തന്നെ ദൈവത്തിനായിട്ടൊരു പണി കൊടുത്താൽ ആ പാടങ്ങനെ കിടക്കും. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോഴേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രയേലിൻ്റെ ഇത്രയും യുദ്ധം ഉണ്ടെങ്കിലും കർത്താവ് നമ്മളവിടെ ധ്യാനിപ്പിക്കാൻ വിളിച്ചായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ജെറുസലേമിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജെറുസലേമിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ മലയാളികൾ എത്രയോ 100 കണക്കിന് മലയാളികളാണ് വരുന്നത്. അപ്പം ഞാൻ അവരെല്ലാവരോടും ധ്യാനത്തിൻ്റെ സമയത്ത് പറഞ്ഞു, അതായത് നമ്മൾക്ക് സമയത്ത് ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ ഇസ്രയേലിലുള്ളവർ, നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇവിടെ എനിക്ക് ഭർത്താവിനെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, മക്കളുമായിട്ട് വന്ന് കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ന്യൂസിലൻഡിൽ പോയാൽ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കെട്ടിയെടുത്ത് ന്യൂസിലൻഡിലേക്ക് പോകാം. അപ്പം അങ്ങനെ ന്യൂസിലൻഡിലേക്ക് പോകാൻ കൊണ്ട് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ കുറേ എണ്ണം കൈപൊക്കി. ഞാൻ പറഞ്ഞു, രണ്ടാമതൊന്നും ചിന്തിക്കണേ, ഇവിടുന്ന് ചാടറാകുമ്പോൾ ഒന്ന് ചിന്തിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ നിയമങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതെനിക്ക് ജെറുസലേമിൽ ചെന്നപ്പോൾ കർത്താവ് എനിക്കൊരു ഐഡിയ തന്ന്, നിയമം ഇങ്ങനെ ചാടാൻ കുറച്ച് നിപ്പുണ്ട്, നിയമങ്ങൾ മാറിയാൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിൽ വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, കൈവൊക്കെ കാണാന്മാരെല്ലാം പ്രാർത്ഥിക്കുക, കുറച്ച് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരു 10 ആ സമയത്ത് പള്ളിയല്ലായിരുന്നു, പൊതുവെ സാക്രിസ്റ്റി കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. ആ സമയത്ത് എൻ്റെ മനസ്സിൽ സംഭവം വന്നത് കാര്യം. അപ്പോഴേ ഇതോടുകൂടി ആൾക്കാർക്കൊരു വെളിവായി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്തിച്ച്, അതായത് ഒരു തെറ്റായ തീരുമാനം ഉണ്ടായാൽ മതി, പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ പണി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സ്വന്തം ഗമയാണെന്ന് വിചാരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ പണത്തിനോ പാർട്ടിക്കോ പറമ്പിനോ പൊന്നിനോ ദൈവത്തിന് പകരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടിങ്ങനെ കിടക്കും. ഒറ്റടക്ക് പോകത്തില്ല ഈ സംഭവം. ഇത് എക്സിറ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോലെ നിങ്ങൾ എക്സിറ്റ് ആകും കമ്പ്യൂട്ടർ നോക്കുമ്പോൾ. അതുപോലെ നിങ്ങൾ ഒരിക്കൽ ദൈവത്തിന് പണി കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ അയ്യോ ഞാൻ സാക്ഷ്യം പറയത്തൊന്നുമില്ല, ഞാൻ ആൾക്കാർ കേൾക്കത്തില്ല, നാത്തൂരുണ്ടാകും, ഇവിടെ അയൽവാസികളുണ്ടാകും, അവർ നാട്ടിൽ പോയി എന്ത് പറയും എന്നെക്കുറിച്ച്, അപ്പം എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് അറിയത്തില്ലേ. അപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് ആൾക്കാർ അറിയുകയും ചെയ്യരുത്, എന്നാൽ സൂത്രത്തെ അനുഗ്രഹം അടിച്ച് മാറ്റുകയും ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്ന സൂത്രക്കാരികളുണ്ട്. നിങ്ങളോടാണ് ഞാൻ പറയണത്, നിങ്ങൾ ഓടണത് വെയിൽ വരെയേ ഉള്ളൂ, ഓന്തുപോലെ തിരിച്ചു വരും സാധനം. എന്താ കാര്യം? തിരിച്ച് വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മോന്തം ഉണ്ടാകത്തില്ല, കുറച്ച് അയലൊക്കെ നൂലിൻ്റെ പെസ ഉണ്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇനി 2ാമത്തെ ടെസ്റ്റ്, ഡബിൾ ടെസ്റ്റ് വരും. നീ ഫേക്കാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ 2 ടെസ്റ്റ് ആവും. ആൾക്കാർക്ക് എന്നാ പ്രശ്നം എന്നറിയാമോ? ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് കസറിക്കൊണ്ട് പ്രാർത്ഥിക്കും, എന്നാലും ഉള്ളിൽ വിശ്വസിക്കും, ഇതൊക്കെ എല്ലാവരുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ പറയേ, ഉടമ്പടി എടുത്തില്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ കിട്ടുമായിരുന്നു. ഇതൊക്കെ ദൈവത്തിന് അറിയാവേ. നീ മനസ്സിൽ വിചാരിക്കണത് തന്നെ. ടേക്ക് ദ ബെഡപ്പ് കൊണ്ട് 139-ാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. പണിയായി. എങ്ങനെയുണ്ട് ഏറ്റു പറഞ്ഞേ? കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ക്യാമറ വെച്ചിരിക്കുകയാണ് ഇവിടെ, കണ്ടതില്ലേ? ക്യാമറ ഇപ്പോഴല്ല മനുഷ്യൻ കണ്ടുപിടിച്ചത്. ദൈവത്തിന് പണ്ടേ സംഭവമുണ്ട്. ഞാൻ നിന്റെ
മൂമെൻറ്റ്സുകൾ അകലെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പല ആൾക്കാരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ, നിങ്ങൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ പോലും നിങ്ങൾ പറയും, അതിപ്പോൾ അത് മറ്റു തരത്തിൽ നടക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചിട്ടി വീഴുമായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും ആ സ്ഥലം വിറ്റ് പോകുമായിരുന്നു. എൻ്റെ പൊന്നു മകനെ ഇങ്ങനെ എങ്ങാനും വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഇത്രയും നാളെ കാട്ടിക്കൂട്ടിയതും എല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ആയി സാധനം. ഇനി ഏത് കാലത്ത് നിനക്ക് ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റും? പല സമയത്ത് നീ ഞെളിഞ്ഞു നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞതാണ്, ദൈവമാണ് എന്നെ സഹായിച്ചതെന്ന്. ഇതിൽ ആ പ്രാർത്ഥനയുടെ കെട്ട് വിട്ടപ്പോൾ നീ തനി നിറം കാണിക്കും. അതിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു, ഞാൻ കുറേ കഷ്ടപ്പെട്ടതല്ലേ. അതായത് ഒരിക്കലും നിങ്ങൾക്ക് പറ്റിക്കുന്ന അബദ്ധം എന്തറിയാവോ? സാക്ഷ്യം പറയുന്നവന് 10 മാർക്ക്. ഇനി ഈ സാക്ഷ്യം പ്രതിസാക്ഷ്യമാകും, കൗണ്ടർ വിറ്റ്നസിങ്ങും ആകും, അതിന് 20 മാർക്ക് നെഗറ്റീവാണ്. എന്താ കാര്യം? നിങ്ങളിപ്പോൾ മകള് ജയിച്ചു, IELTS ജയിച്ചു, അല്ലെങ്കിൽ അവൾ റാങ്ക്, അവൾക്ക് MBBS അഡ്മിഷനുള്ള റാങ്ക് ലിസ്റ്റിൽ കയറി. ഇപ്പം നിങ്ങൾ പറയും, ഞങ്ങൾ ഉടമ്പടി എടുത്തു, പത്രം കൊടുത്തു, പിന്നെ അവിടെ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളെ സഹായിച്ചു എന്ന് പറയും. ഇപ്പം പറയും. ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ തള്ള തന്നെ നാക്കുകൊണ്ട് പറയും, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ അവളുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചതാണ് അവളെ, ഞങ്ങളൊരു കാറ്റക്കിസത്തിന് പോലും വിടാതെ തന്നെ പഠിപ്പിച്ചിരിക്കണത്. അത് അവൾക്കറിയാം. അതൊക്കെ തന്നെ അപ്പം തന്നെ കൗണ്ടായിപ്പോയി. പിന്നെ ഈ സാധനം ഇനി നാളെ പോയി ദൈവത്തിനെ മറന്ന് അമ്മ ഈ മകളെ പഠിപ്പിച്ചിരിക്കണ കാരണം ഇവൾ ആരെങ്കിലും വിശ്വാസം നടക്കാത്തവനെ ലൈനടിച്ചിട്ട് അവസാനം വിശുദ്ധിയില്ലാത്ത വിശ്വാസമില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കും. അതെന്താ? ഈ അമ്മ വരുത്തി വെച്ചിരിക്കുന്ന സംഭവമാണിതെല്ലാം. ദൈവത്തെ മറന്ന് മക്കളെ കാറ്റക്കിസത്തിന് പോലും വിടാതെ 1ാം സ്ഥാനം പഠനത്തിന് കൊടുത്ത് ഉണ്ടാക്കലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നും ഉറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ കളിക്കണമെങ്കിൽ നിങ്ങളെപ്പോഴും വിചാരിക്കണം എന്താണ്? ദൈവം ഉണ്ടായേക്കൊള്ളാം, ദൈവത്തെ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചിന്തയുണ്ട് ആൾക്കാർക്ക്. ഇത്രയും നാൾ ഞാൻ കണ്ട ആൾക്കാർക്കെല്ലാം അവർക്ക് ഒരു പ്രൈമറി ആയിട്ട് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മനുഷ്യൻ, നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ഒരു കച്ച കെട്ടിയ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസത്തിന് മുഖം മൂടി അണിഞ്ഞൊരു മനുഷ്യൻ. യഥാർത്ഥ അത് ഈ മുഖം മൂടിയുള്ള കാരണം ദൈവം ഇവനിട്ട് പണിയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. വിശ്വാസത്തിൽ മുഖം മൂടി വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ 10 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ കുമ്പാരി നിന്നെ പണിതിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ് ഈ കുമ്പാരി എന്നൊക്കെ ഉള്ളത്. തലതൊട്ടപ്പനാണ് ഈ കുമ്പാരി എന്ന് വിളിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നീ ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇപ്പം കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്ത് വകമാറ്റി ചെലവഴിച്ച് കഴിഞ്ഞാൽ നീ അടയാളപ്പെടുത്തും ദൈവത്തിൻ്റെ മുമ്പിലേ. എന്താ കാര്യം? പിന്നെ ആത്മവികാരങ്ങൾ വരും. ഈ സാക്ഷ്യം പറയാത്തവരോ സാക്ഷ്യത്തിൽ നിലനിൽക്കാത്തവരോ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ പിന്നെ അത് അല്ലെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരില്ല. അവരാണ് ഏറ്റവും അപകടകാരികൾ. സാക്ഷ്യമെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ തന്നെത്താൻ ചിന്തിരിക്കുകയാണ്, അല്ലെങ്കിലും ആ സ്ഥലം വിറ്റ് മാറുമായിരുന്നു. അവിടെ ബസ് സ്റ്റാൻഡ് വന്നതൊന്നും നമ്മളറിഞ്ഞില്ലല്ലോ, റിയൽ എസ്റ്റേറ്റുകാരറിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ബസ് സ്റ്റാൻഡ് വന്ന കാരണം സ്ഥലത്തിന് വില കൂടണ കാരണം നമ്മുടെ സ്ഥലം നേരത്തെ അറിയാത്ത നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതായിരുന്നു. ആ സ്ഥലം ഇന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ കിട്ടിയാലും. അപ്പോഴെന്ത് വരും? അന്ന് നിനക്ക് ജപ്തി നടപടിയിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇപ്പം ഞൊട്ടേണ്ടി വരണം. എന്താ കാര്യം? ദൈവം നിന്നോട് എന്താ അപരാധം ചെയ്ത പോലെയാണ് ഇപ്പം നീ പറയണത്. ആ സ്ഥലം വിറ്റുപോയത് ഇപ്പോൾ 6 മാസം ഇപ്പോഴാണ് ബസ് സ്റ്റാൻഡ് വന്നത്. നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് വന്ന കാര്യം പണ്ടേ റിയൽ എസ്റ്റേറ്റുകാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവന്മാർ വന്നിട്ട് പറഞ്ഞ വിലക്ക് സ്ഥലം എടുത്തിരിക്കണത്. നമുക്കറിയാൻ പോലെ അതുകൊണ്ട് നമ്മുടെ സ്ഥലം പോയി. ഓക്കെ, ദൈവത്തിന് ഒരിക്കൽ കൊടുത്ത മഹത്വം ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ഇപ്പം നീ ബസ് സ്റ്റാൻഡ് വന്ന് നീ കൊടുത്ത സ്ഥലത്ത് വില കൂടിയപ്പോൾ നീ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇതാണ് ആ കൗണ്ടർ വിറ്റ്നസിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിനക്കറിയാം. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്നുമ്പോൾ തന്നെ അത് ഞാൻ അറിയുന്നു. എൻ്റെ ദൈവവേദനെ നിങ്ങൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കരുത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്യണം. എന്താ കാര്യം? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പറഞ്ഞേ.
ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യനോ മൃഗങ്ങൾക്കോ കൊടുക്കാതെ എന്റെ മരണം വരെ ദൈവത്തിന് മാത്രമേ കൊടുക്കൂ. അപ്പൊ ഈ മേഖലയിലെ കോളം കൃത്യമായിട്ട് പൂരിപ്പിച്ച പിന്നെ കുറച്ച് ആശ്വാസമായി. എന്താ കാര്യം? ഇനി നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ദൈവമായിട്ട് വിശ്വസ്തത എന്നുള്ള വിഷയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പഠനങ്ങളാണിത്. ഉടമ്പടി എടുത്തതിന് ശേഷം, സാക്ഷ്യം പറഞ്ഞതിന് ശേഷം, പിന്നെ 6 മാസം കഴിയുമ്പോൾ സാക്ഷ്യം മറിച്ച് ചിന്തിക്കുമ്പോൾ അവിശ്വസ്തതയാണ് അവിടെ വരണത്. അപ്പോൾ അത് വിശ്വസ്തതയിൽ ഉടമ്പടിയുടെ കാര്യത്തിൽ വിശ്വസ്തത മരണം വരെയാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരാളെ വിശ്വസിച്ച് പോയാൽ അയാളുടെ ക്വാളിറ്റി ആയിരിക്കും അത്. അല്ല ഓരോ അണ്ണന്മാർ വന്ന് അങ്ങോട്ട് ഉന്തുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഉന്തുമ്പോൾ ഇങ്ങോട്ട് വരും, അങ്ങനെ എടുക്കത്തില്ല. അവിടെ ക്വാളിറ്റിയാണ്. അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയി, അയാളപ്പം അങ്ങനോട് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് സത്യമെന്ന് വിചാരിച്ച് ഞാൻ ഈ ദൈവത്തിനെതിരെ സംസാരിക്കുന്നതിന് വെച്ച് പൊറപ്പിക്കത്തില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് ചുക്ക് സംസാരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിങ്ങൾ മരിച്ചു പോയിട്ട് മണ്ണടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്നെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് എന്നാ കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, ദൈവത്തിൻ്റെ ദിവസം എനിക്കൊരു ഓർമ്മ കിട്ടും, എനിക്കത് മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കണത്. ജനങ്ങളെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും മരണം വരെ ദൈവത്തിൻ്റെ തിരുസന്നിധി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ അവകാശമായി നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയ്ക്കാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും നിങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾ നിശ്ചയിക്കല് ചെയ്യണത്, നിങ്ങൾക്ക് ഉപ്പായിക്കൊണ്ട് നിങ്ങൾ കേടുവരാൻ സൂക്ഷിക്കപ്പെടണമെന്നുണ്ട്. എവിടെ വരെയാണ്? നിത്യതയിൽ ദൈവത്തെ കണ്ടെത്തുന്നവരെ. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് കർത്താവ് ചോദിച്ചത് എന്തുകൊണ്ടാണ്? എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണതെന്ന് കർത്താവ് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണത്. നിങ്ങൾ നയിക്കണ അരൂപി എന്താണെന്ന്. കളിയാക്കുന്നവർ നയിക്കണ അരൂപി എന്താണ്? കളിയാക്കി കേട്ടപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പോകുന്ന ഇവളെ നയിക്കണ അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ്, അല്ലെങ്കിൽ ലോകാരൂപിയാണ്. ലോകാരൂപിയിലെ ദുഷ്ടാരൂപിയിലെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 14:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഞൊട്ടി കേട്ടില്ല സംഭവം. എന്താ സംഭവം ഇരിക്കണം ഒന്ന് പറഞ്ഞേ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ലോകത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കയ്ക്കും ആഫ്രിക്കയ്ക്കും പറ്റത്തില്ല. ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് സാക്ഷ്യത്തിൻ്റെ ആത്മാവാണ്. കർത്താവിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ 10:32 എടുത്ത് 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറയുന്ന ആത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് ഏറ്റുപറയാത്തൊരു ആത്മാവാണ് നിനക്കുള്ളതെങ്കിൽ അത് ലോകത്തിൻ്റെ ആത്മാവാണ്. ലോകത്തിൻ്റെ ആത്മാവിൻ്റെ ആരാധ്യ പുരുഷൻ ആരാണ്? നീയോ അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന വ്യക്തികളോ സമൂഹമോ ആയിരിക്കാം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുമെന്ന് പറയുമ്പോൾ ഈ മറ്റൊരു ദൈവത്തിൻ്റെ ഉള്ളിൽ ഈ മറ്റു മനുഷ്യരും സമൂഹം ഉണ്ടാകുന്നുണ്ട്, അതിൽ പാർട്ടി ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നുണ്ട്, നിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്ന അവരെന്ത് വിചാരിക്കുന്ന നാട്ടുകാരെന്ത് പറയുന്നു നീ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവ പൈതലെ നീ ജീവിക്കുന്നത് ലോകാരൂപിയാലാണ്. ലോകാരൂപിയെ നയിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്നാണ് 14:17 പറയുന്നുണ്ടെങ്കിൽ ആരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്നത്? അത് റോമ 8:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഒന്നിന് പറയുക, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. എന്റെ ദൈവ പൈതലിനുള്ളത് അധികാരമാണ്. ദൈവ പൈതലിനുള്ളത് ശക്തിയാണ്. ശക്തിയും അധികാരം ലഭിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തിന്മകളുടെ മേൽ നമുക്ക് ആധിപത്യം ഉണ്ടാകാൻ പറ്റണത്. അപ്പം നമ്മുടെ ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുക, ദൈവത്തിൻ്റെ മക്കളാകുക,
ദൈവത്തിന് മക്കളായിക്കൊണ്ട് ദൈവമക്കളുടെ അധികാരം നേടുക, കഴിവ് നേടുക. അതല്ലേ യോഹന്നാൻ 1:12 എടുത്ത് ശ്രുതികടലിയ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12 എന്താ പറയണത്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിലെ ഇതുപോലെ ഓരോ പ്രോബ്ലങ്ങള് സോൾവ് ചെയ്താണ് നമ്മൾ ദൈവമക്കളുടെ കഴിവ് നേടുന്നത്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? യോഹന്നാൻ 2:12 എന്താ 1:12 എന്താ പറയണത്? തന്റെ നാമത്തിൽ, പറഞ്ഞേ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. തന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ വിശ്വാസം എന്ന് പറയും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശ്വാസം അല്ലല്ലോ. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാലും ക്രിസ്ത്യ വിശ്വാസത്തിൽ വരുമ്പോൾ ഒറ്റ വിശ്വാസമേ ഉള്ളൂ. ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുമ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ ജനറലായിട്ട് ദൈവത്തെ വിശ്വസിക്കണമല്ല. വെരി പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ. അവർ ഫെയ്ത്ത് ഈസ് വെരി പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ. എന്താണ്? അവർ ഫെയ്ത്ത് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. പറഞ്ഞ്, എൻ്റെ വിശ്വാസം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകുന്ന നല്ല പിതാവേ, നന്ദി പറയുന്നു, എനിക്ക് സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. ഈ വിഷയത്തിലെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം നല്ലതാണ്. കൃപാസനം ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം. അത് ലളിതമായിരിക്കും, വ്യക്തമായിരിക്കും വിഷയം. നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസം നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ദ ഫെയ്ത്ത്. എന്താ സംഭവം? നമ്മുടെ വിശ്വാസം എവിടെയാണ്? അവൻ്റെ നാമത്തിലാണ്. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കണം. ഈ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് നമ്മൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം? എന്താ കാര്യം? അവൻ്റെ നാമത്തിൽ, വേറെ എന്തെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? എല്ലാ മതങ്ങളും ഓരോ വഴികളാണെന്നല്ലേ പറയണത്. വേറെ ഏതെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? പറ്റത്തില്ല. എന്താ കാര്യം? അവൻ മാത്രമാണ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തത്. അതാ വിഷയം. അവൻ്റെ നാമത്തിൽ അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ, പറഞ്ഞേ, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം കൈയെടുക്കട്ടെ. അതാണ് പൗലോസ് പറയണത്. ഞാൻ ആശ്രയം വച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. എന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമത്തിലാണ്. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയില് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2:9-10 ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. പറഞ്ഞേ, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത്
യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞത്? കർത്താവ്. എങ്ങനെ കർത്താവ് ആകണത്? ഫിലിപ്പിയർ 2:11. യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അതായത് എല്ലാ നാവുകളും ഏറ്റു പറയണം. എന്താ പറയണം? യേശു ക്രിസ്തു കർത്താവാണെന്ന്. എന്തുകൊണ്ടാണ് ഇവൻ കർത്താവായത്? എല്ലാ നാമങ്ങളുടെയും ഉന്നതമായ നാമം. എല്ലാ നാമങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ജപ്തി എന്ന് പറഞ്ഞ ഒരു നാമമല്ലേ? ബാങ്ക് മാനേജർ നമ്മൾ പറയുന്ന ഒരു നാമമാണ് ജപ്തി. ക്യാൻസർ ഡോക്ടർ പറയുന്ന ഒരു നാമമാണ്. അങ്ങനെ ലോകത്ത് ജപ്തികളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള നാമങ്ങളുണ്ട്. സംശയം ഒരു നാമമാണ്, മദ്യപാനം ഒരു നാമമാണ്. ഇങ്ങനെ എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം. ഈ ഉന്നതമായ നാമം കൊണ്ട് മനുഷ്യന് സങ്കടങ്ങളുണ്ടാക്കുന്ന, രോഗങ്ങളുണ്ടാക്കുന്ന, തകർച്ച ഉണ്ടാക്കുന്ന, അപമാനം ഉണ്ടാക്കുന്ന എല്ലാ നാമങ്ങളെയും അവൻ കുരിശിൽ ബന്ധിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഏറ്റവും ശക്തമായ ഒരു സുഹൃദൈവമാണ്. എന്താണ്? എൻ്റെ കർത്താവേ യേശുവേ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ യേശുവേ എൻ്റെ ദൈവമേ എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഈ നാമത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒരു നാമവുമില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അനുഭവത്തിൽ ഈ അനുഭവങ്ങൾ തരണം എന്തിനാ? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്, അല്ല താഴ്ത്താൻ വേണ്ടിയല്ല. ഈ അനുഭവങ്ങളുടെ മെക്കാനിസം പഠിക്കണം. ഓരോ അനുഭവങ്ങളും തരണം എന്തിനാണ്? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്. പല ആൾക്കാരും അനുഭവം കൊണ്ട് താഴ്ന്നു പോവുകയാണ്. അതെന്താ കാര്യം? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അനുഭവങ്ങളൊക്കെ എന്താണ്? അനുഭവങ്ങളിലൂടെയാണ് അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാകണേ എന്തിനാണ്? ദൈവത്തെ അന്വേഷിക്കാനാണ്, അല്ല പിശാചിനെ അന്വേഷിക്കാനല്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ ആഭിചാക്കാരെയും കുട്ടിച്ചാത്തിനൊക്കെ അന്വേഷിക്കും. എന്താ കാരണം? ദൈവത്തെ അറിയത്തില്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകണേ എന്തിനാണ്? ഓരോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകണേ എന്തിനാണ്? നിങ്ങൾ അത് ദൈവത്തെ അന്വേഷിക്കാനും അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്താനും വേണ്ടിയാണ്. പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ പല പല ക്രിയകൾ ചെയ്തുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണത് എന്താണ്? അന്വേഷിച്ചെത്തുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാകണത്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കും. നിങ്ങൾ എന്താ കാര്യം? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമമുള്ളവനാണ് കർത്താവ്. അങ്ങനെ യേശു കർത്താവാണെന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ടേറ്റ് പറയണം. മനസ്സിലായില്ലേ? ദൈവനെ മരിച്ചവർ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ ഓരോ വിഷയത്തെ പ്രാപിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ പ്രാപിച്ചാൽ അതിനെ ബ്ലെസ്സിങ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങളുടെ ശരീരത്തെ പ്രാപിച്ചാൽ അതിനെ ഹീലിംഗ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങൾ ആത്മാവിൽ പ്രാപിച്ചാൽ അതിനെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൃപയെന്ന് പറയും. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11 കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ ഇവിടുത്തെ കാത്തലിക്സ് അല്ലാത്തവരും ക്രിസ്ത്യൻസ് അല്ലാത്തവരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത്
നിങ്ങൾ കർത്താവിനെയാണ് വിളിക്കണത്, എല്ലാ വിഷയത്തിൻ്റെയും നാമത്തിൻ്റെയും അതിനാഥനായ കർത്താവിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനേക്കാൾ ഉപരി, എന്നെക്കാൾ ഉപരി സ്വന്തം വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ സ്വന്തപ്പെട്ടവരെയോ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ലെന്ന് ഈശോ പറഞ്ഞത്. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:37 മത്തായി 10:37 എന്നേക്കാൾ അധികം പറഞ്ഞ എന്നേക്കാൾ അധികം എന്നേക്കാൾ അധികം പിതാവിനെയോ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഒരു